യുവതീ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറി വരുന്ന സമയമാണ്. കൊറോണയും പ്രളയത്തിനുമൊക്കെ ശേഷം നമുക്ക് മനസ്സിലാവുന്നത് യുവാക്കന്മാരും യുവതികളുമാണ് ഏറ്റവും കൂടുതൽ ഡൈനാമിക് ആയിട്ടുള്ള ആൾക്കാരെന്നാണ്. നമ്മുടെ നാളത്തെ സമൂഹത്തിൻ്റെയും സഭയുടെയും ഒക്കെ ഭാവി നിക്ഷിപ്തമായിരിക്കുന്നത് നിശ്ചയമായിട്ടും നമ്മുടെ ഈ യുവതലമുറകളിലാണ്. അങ്ങനെ സഭ അവരെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ എടുക്കുന്ന ഒരുപാട് ചുവടുകളുണ്ട്. അതിലെ ഒരു ചുവടിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എറണാകുളം ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന എബൈഡ് യുവജന ധ്യാനത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് എബൈഡ് യുവജന ധ്യാനം മറ്റുള്ള ധ്യാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? ഒരുപാട് പ്രത്യേകതകൾ പറയാനുണ്ട്. ഒന്നാമതായി, ഇത് പൂർണ്ണമായും യുവതീ-യുവാക്കന്മാരെ കേന്ദ്രീകരിച്ചുള്ള ധ്യാനമാണ്. വചനവും സഭയുടെ മതബോധനവും വിശുദ്ധ പാരമ്പര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രബോധനങ്ങളാണ് എബൈഡിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ തെറ്റായ ആശയങ്ങളുടെ വലയിലായിരിക്കുന്ന യുവജനങ്ങളെ യേശു എന്ന സത്യത്തിലേക്ക് നയിക്കുകയാണ് എബൈഡ് ധ്യാനത്തിൻ്റെ ലക്ഷ്യം. പ്രബോധനത്തിൻ്റെ തലത്തിൽ അവസാനിപ്പിക്കാതെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പരിശീലനവും ഈ ധ്യാനത്തിലൂടെ പഠിപ്പിക്കുന്നു. ധ്യാന ദിവസങ്ങളിൽ വ്യക്തിപരമായ പ്രാർത്ഥന പരിശീലിപ്പിച്ച് അവരെ പ്രാർത്ഥനയുടെ സൗന്ദര്യം മനസ്സിലാക്കി കൊടുക്കുന്നു. നൈറ്റ് വിജിലും പവർ കോൺഫറൻസും പോലെയുള്ള തുടർച്ചയായ ഫോളോ അപ്പുകൾ അവരെ അവരുടെ ആത്മീയ ജീവിതത്തെ റീചാർജ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പേഴ്സണൽ പ്രയറിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും കുമ്പസാരത്തിലൂടെയും എപ്രകാരമാണ് ഈ ലോകത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുക എന്ന് നമ്മൾ എബൈഡിലൂടെ അവരെ പഠിപ്പിക്കുകയാണ്. ദൈവശാസ്ത്രം അവസാന വർഷം പഠിക്കുന്ന എൻ്റെ ജീവിതത്തിലും ആത്മീയതയുടെയും ദൈവവിളിയുടെയും ഒക്കെ വിത്ത് പാകിയത് ഈ എബൈഡ് ധ്യാനമാണ്. ക്യാൻസർ രോഗബാധിതനായിരുന്ന സമയത്താണ് ഞാൻ എബൈഡ് ധ്യാനം കൂടാൻ വരുന്നത്. അസുഖം മാറാനായി പ്രാർത്ഥിക്കാൻ വന്ന എന്നെ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നത് എബൈഡ് ധ്യാനം. അസുഖം മാറാനല്ല, ഈശോയുടെ സ്നേഹത്തിൽ ഈശോയുടെ മാറോട് ചേർന്ന് കിടക്കാനാണ് എന്നെ ആ ധ്യാനം പ്രേരിപ്പിച്ചത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ തിരുവസ്ത്രത്തിൽ ഞാൻ ആയിരിക്കുമ്പോഴും അതിനെല്ലാം കാരണം ഉറപ്പായിട്ടും ദൈവം തന്ന ദൈവവിളിയാണ്. പക്ഷേ അതെന്നെ മനസ്സിലാക്കി തന്നത് എബൈഡ് ധ്യാനമാണ്. ദൈവസ്നേഹം ഹൃദയത്തിൽ പകർന്നു തരുന്ന ഒരു ധ്യാനം എന്ന് ഞാൻ പറയും. പാപം ചെയ്യാതിരിക്കുന്നത് നിയമത്തിൻ്റെ പാലനമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന എനിക്ക് നിയമമല്ല, സ്നേഹമാണ് പാപം ചെയ്യാതിരിക്കാനുള്ള മാനദണ്ഡമെന്ന് എബൈഡ് മനസ്സിലാക്കി തന്നു. സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് നിശ്ചയമായും ദ്രോഹിക്കാൻ സാധിക്കത്തില്ലല്ലോ. 1 യോഹന്നാൻ 2:14 യുവാക്കന്മാരെ, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കും, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്യും. യുവതീ-യുവാക്കന്മാരെ, ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ, അവൻ്റെ മാറോട് പറ്റിക്കിടക്കാൻ, എന്നും അവന് വേണ്ടി ജീവിക്കാൻ. നിങ്ങൾക്ക് എബൈഡിലേക്ക് സ്വാഗതം.